എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് എത്തിയിരിക്കുന്നത്. മെയ് 18 മുതൽ 20 വരെ അതിശക്തമായ മഴ സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ജാഗ്രത വേണം. കൂടാതെ തന്നെ കിഴക്കൻ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ കൂടുതൽ കരുതൽ വേണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തുകയാണ്. കേരളത്തിലെ കാലവർഷം മെയ് 31 എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. 4 ദിവസത്തെ മോഡൽ വ്യതിയാനം പ്രവചനത്തിന് ബാധകമാണ്. ഇന്നലെ രാത്രി 8:30 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസത്തെ 3 മണിക്കൂറിനിടെ 18 mm മഴ ലഭിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. മാത്രമല്ല കൊല്ലം ജില്ലയിലെ പുനലൂർ സ്റ്റേഷൻ പരിധിയിൽ 31.5 mm മഴ വരെ ലഭിച്ചു. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലെ റാന്നി സ്റ്റേഷൻ പരിധിയിൽ 36 mm മഴ ലഭിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. മാത്രവുമല്ല പലയിടങ്ങളിൽ ശക്തമായുള്ള കാറ്റ് വീശുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പെരുമ്പാവൂരിനടുത്ത് ഐരാപുരത്ത് കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മാത്രമല്ല അതിശക്തമായുള്ള കാറ്റ് വീശുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ കൂടുതൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ 4 ജില്ലകളിൽ കൂടുതലായിട്ട് മഴയ്ക്ക് അറിയിപ്പ് ഉണ്ട്. മാത്രമല്ല പല ജില്ലകളിലും യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് പലയിടങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഡാമുകൾ തുറക്കാനുള്ള ഒരു നടപടികളിലേക്കൊക്കെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടായിട്ട് വരുന്നത്. മാത്രമല്ല മലപ്പുറം ജില്ലയുടെ അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ തുടങ്ങിയ മഴ മണിക്കൂറുകളോളം നീണ്ടു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇതുതന്നെയായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത ഇനിയുണ്ട്. കാലവർഷം എത്തുന്നതോടുകൂടി തന്നെ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ചക്രവാത ചുഴിയുടെ ഒക്കെ സ്വാധീന ഫലമായിട്ട് കേരളത്തിലെ ഒറ്റപ്പെട്ട ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യമൊന്ന് മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെ സർക്കാർ പറയുന്നതനുസരിച്ച് പ്രത്യേകിച്ച് നദികളുടെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകളും കൂടാതെ ഡാമുകളുടെ അടുത്ത് താമസിക്കുന്ന ആളുകളുമൊക്കെ സർക്കാർ പറയുന്നതിനനുസരിച്ച് പെട്ടെന്ന് മാറി താമസിക്കാനും വേണ്ട നടപടിക്രമങ്ങളൊക്കെ ചെയ്യണം. മാത്രവുമല്ല ഈ ഒരു ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളും അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. എന്തിനായാലും കേരളത്തിൽ മെയ് 31 മൺസൂൺ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേരളത്തിലെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെയ് 16 പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലും മെയ് 15 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. കൂടാതെ 17 തിരുവനന്തപുരം, കൊല്ലം, കൂടാതെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതീവ